മക്കയിൽ നിന്നും മദീനയിലെത്തിയ പ്രവാചകൻ ഒരു വെള്ളിയാഴ്ചയാണ് മദീനയുടെ മധ്യഭാഗത്തേക്ക് യാത്ര തിരിച്ചത്. പ്രവാചകനും 100ഓളം വരുന്ന അനുയായികളും ജുമയുടെ സമയമായപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ജുമ നമസ്കരിക്കുകയുണ്ടായി. അങ്ങനെ അവിടെ നിർമ്മിച്ച പള്ളിയുടെ പേരാണ് ജുമാ മസ്ജിദ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് ജുമാ മസ്ജിദ് എന്ന് പറയുന്ന പള്ളി. ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക വിശ്വാസികളും വെള്ളിയാഴ്ചകളിൽ ജുമാ പ്രാർത്ഥനയ്ക്കും വേണ്ടി പുറപ്പെടാറുണ്ട്. പക്ഷേ അതിന് ആദ്യമായി സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമാണ് നിങ്ങളുടെ ഈ മുമ്പിൽ കാണുന്നത്. മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ പ്രവാചകനും അനുയായികളും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി. മദീനയിൽ എത്തിയ ഇവർ ആദ്യ 4 ദിവസം താമസിച്ചത് മസ്ജിദുൽ ഖുബ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. പിന്നീട് ഒരു വെള്ളിയാഴ്ച രാവിലെയാണ് മദീനയുടെ നഗരഭാഗത്തേക്ക് ഇവർ യാത്ര തിരിക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ജുമയുടെ സമയമായപ്പോൾ അവർ ഈ സ്ഥലത്ത് വെച്ച് ജുമ നമസ്കരിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇവിടെ നിർമ്മിച്ച ഈ പള്ളിക്ക് മസ്ജിദുൽ ജുമ എന്ന പേര് വന്നത്. മസ്ജിദുൽ ഖുബയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. മദീനയിലെത്തിയ പ്രവാചകരും കൂട്ടരും ആദ്യമായി ജുമ നിർവഹിച്ച സ്ഥലമായതുകൊണ്ട് ബനു സാലിം ഗോത്രക്കാരുടെ ആ സ്ഥലത്ത് അവർ പിൽക്കാലത്ത് നിർമ്മിച്ചതാണ് ഈ ഒരു പള്ളി. ജുമ ആദ്യമായി നിർവഹിക്കപ്പെട്ടു എന്ന നിലക്കും ഈ പള്ളിക്ക് മസ്ജിദുൽ ജുമ എന്ന് പേര് വിളിക്കുകയാണ് ഉണ്ടായത്. أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. ആദ്യകാലത്ത് പാറകൾ കൊണ്ടായിരുന്നു ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ചരിത്രത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ഖലീഫ ഉമറിൻ്റെ കാലത്തും ഖലീഫ ഉസ്മാൻ്റെ കാലത്തും ഓട്ടോമൻ ഭരണകാലത്തും ഒരുപാട് മാറ്റങ്ങൾ വരികയുണ്ടായി. പിന്നീട് അവസാനമായി സൗദി രാജാവായ ഫഹദ് രാജാവിൻ്റെ കാലത്താണ് ഈ കാണുന്ന രൂപത്തിലുള്ള പള്ളി നിർമ്മിക്കപ്പെട്ടത്. അതുപോലെ തന്നെ മദീന പട്ടണത്തിലേക്ക് പ്രവേശിച്ച പ്രവാചകനും കൂട്ടർക്കുമുള്ള ഒരു ഇടത്താവളം കൂടിയായിരുന്നു ഈ ഒരു പ്രദേശം. ഇവിടെ എത്തുന്ന സന്ദർശകരിൽ ഇടം പിടിച്ച ഒരു പള്ളി കൂടിയാണ് ഈ ഒരു പള്ളി. അപ്പോൾ മദീനയിലെത്തുന്ന എല്ലാവരും നിർബന്ധമായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പള്ളിയാണ് മസ്ജിദുൽ ജുമ.